2011 മാർച്ച് 11 ജപ്പാനിലെ ടൊഹോക്കു എന്ന മേഖലയിൽ 70 കിലോമീറ്റർ കിഴക്ക് മാറി പസഫിക് ഓഷനിൽ 6 മിനിറ്റ് നീണ്ടുനിന്ന ഒരു ഭൂകമ്പം ഉണ്ടായി. അതിനെ തുടർന്ന് അധികം താമസിക്കാതെ ഇത് 40 അടിയോളം ഉയരത്തിലെ സുനാമി തിരമാലകൾക്ക് സമുദ്രത്തിൽ തുടക്കം കുറിച്ചു. അനാലിസിസ് ഒക്കെ കഴിഞ്ഞ് വാർണിംഗ് കിട്ടിയപ്പോഴേക്കും ഇവാക്വേറ്റ് ചെയ്യേണ്ടിയിരുന്ന സ്ഥലങ്ങളിലെ പല ആളുകൾക്കും ഇവാക്വേറ്റ് ചെയ്യാൻ സമയം കിട്ടിയില്ല. ഏതാണ്ട് 100-ലധികം ഇവാക്വേഷൻ സൈറ്റ്സ് സുനാമിയിൽ ഒഴുകിപ്പോയി. കണക്കുകൾ പ്രകാരം ഏതാണ്ട് 20,000 ആളുകളാണ് ഈ സുനാമിയിൽ മരണപ്പെട്ടത്. ഈ എർത്ത് ഉണ്ടാക്കിയ നാശനഷ്ടങ്ങൾ കോടിക്കണക്കിന് വരും. ഇത്രയും വലിയ തോതിൽ സംഭവിച്ചതുകൊണ്ട് ഭൂമിയുടെ മാസ് ഡിസ്ട്രിബ്യൂഷനിൽ ഇത് കാരണം മാറ്റമുണ്ടായി. അത് കാരണം എർത്തിന്റെ ആക്സിസിന്റെ ചെരിവ് 25 സെന്റിമീറ്റർ ഷിഫ്റ്റ് ചെയ്തു. ഈ ഭൂകമ്പവും സുനാമിയും സംഭവിക്കുന്നതിന് മാസങ്ങൾക്ക് മുമ്പ് ഏതാണ്ട് 20ഓളം ഓർ ഫിഷുകൾ ജപ്പാൻ തീരങ്ങളിൽ ചത്തുപൊങ്ങിയതായി റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ടായിരുന്നു. സാധാരണ പ്രതലത്തിന് 200-നും 1000 മീറ്ററിനും ഇടയിൽ കഴിയുന്ന ഇവ പരിക്കുകൾ പറ്റിയോ മരിക്കാറാവുമ്പോഴോ ഒക്കെയാണ് മുകളിലേക്ക് വരുന്നത്. 17-ാം നൂറ്റാണ്ട് മുതൽ തന്നെ ജപ്പാനിൽ ഉണ്ടായിരുന്ന ഒരു അർബൻ ലെജൻഡാണ് ദാറ്റ് ഈ മീന് കരയിലേക്കോ സമുദ്രത്തിന് മുകളിലേക്കോ വരുന്നത് കാണപ്പെട്ടാൽ പ്രകൃതി ദുരന്തങ്ങൾ അധികം താമസിക്കാതെ വരും വർഷങ്ങളിൽ ഉണ്ടാവുമെന്ന്. തുടക്കത്തിൽ പറഞ്ഞ 2011-ലുണ്ടായ ദുരന്തം ഈ അർബൻ ലെജൻഡിന്റെ വിശ്വാസ്യത കൂട്ടി. നൗ ദിസ് ഫിഷ് ഇസ് കോൾഡ് ഡൂംസ്ഡേ ഫിഷ്. ഫോൾട്ട് ലൈനിനടുത്ത് ഇവ കഴിയുന്നത് കൊണ്ട് സീസ്മിക് ആക്ടിവിറ്റി പെട്ടെന്ന് തന്നെ ഡിറ്റക്ട് ചെയ്യാൻ കഴിവുണ്ടാവും. അതുകൊണ്ട് പൊങ്ങി വരുന്നതാവാം എന്ന് കരുതി ഈ അർബൻ ലെജൻഡിൽ വിശ്വസിക്കുന്നവരുണ്ട്. പക്ഷേ അതുതന്നെയാണ് റീസൺ എന്ന് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല. കഴിഞ്ഞ 20 വർഷത്തിനിടയിൽ അനവധി ഡീപ് സീ ആനിമൽസ് കരയിൽ വന്നിട്ടുണ്ട്. ഓർ ഫിഷ്, ഗോബ്ലിൻ ഷാർക്ക്, ഡീപ് സീ ജെല്ലി ഫിഷ്, ഫ്രിൽഡ് ഷാർക്ക് ആൻഡ് റീസെന്റ് ആംഗ്ലർ ഫിഷ് വരെ. മേ ബി ആക്സിഡന്റലി ഇവ ഷാലോ വാട്ടറിൽ വന്നതാവാം, അല്ലെങ്കിൽ ഏതെങ്കിലും പ്രിഡേറ്ററിൽ നിന്നും രക്ഷപ്പെട്ട് ഓടിയതാവാം, പൊല്യൂഷൻ കാരണമാവാം, ക്ലൈമറ്റ് ചേഞ്ചിന്റെ കാരണം കൊണ്ടാവാം. ഇതിലേതാണെന്ന് കൺഫേം ചെയ്യാൻ വി മൈറ്റ് നീഡ് മോർ ഡേറ്റ. ഓൾസോ ഇതിനു മുമ്പും ഇവ ആക്സിഡന്റലി സർഫസിൽ വന്നിട്ടുണ്ടോ ഇല്ലയോ എന്ന് നമുക്കറിയില്ല. ഇപ്പോൾ ക്യാമറയും സ്മാർട്ട് ഫോൺസും ഇന്റർനെറ്റും പോപ്പുലേഷനും ഒക്കെ കൂടിയതുകൊണ്ട് നമ്മളിവയെ ഒബ്സർവ് ചെയ്യുന്നതിൻ്റെ അളവ് കൂടിയതുകൊണ്ടാവാം നമ്മളിതൊക്കെ നോട്ടീസ് ചെയ്യുന്നത്.